ലൈഫിൽ എത്ര തന്നെ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സീറോ ആയിരിക്കും. നമുക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ ആ സ്കില്ലിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നെങ്കിൽ പഠിക്കുന്ന കൂടെ തന്നെ ഇപ്പോൾ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്പോൾ പഠിക്കുന്ന കൂടെ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ അനുസരിച്ചുള്ള ഒരു കമ്പനിയിൽ ജസ്റ്റ് ഇൻറ്റേൺ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇപ്പോൾ വീക്കെൻഡിലായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റിമോട്ടായിട്ടോ വർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പം മിസ്റ്റേക്സുകൾ അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഓരോരോ പോയിന്റ് എത്തുമ്പോഴും ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം ആകുമ്പോഴേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ജോബോ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിലേക്കോ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. റീസെൻ്റ്ലി വർക്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ദ ഡിഗ്രി അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്.